കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധ വചനവുമായി കടന്നു വരുന്നതിനെ ദൈവം സഹായിച്ച എല്ലാ നന്മകൾക്കായും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഈ അവസരം ഒരുക്കിയ എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി നാം ചിന്തിക്കുന്ന ഈ നാളിൽ ക്രിസ്മസ് യഥാർത്ഥമായി നമ്മിൽ ഉണ്ടോ, അല്ലെങ്കിൽ ക്രിസ്തു യഥാർത്ഥമായി നമ്മിൽ ജാതനായോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21 22 വാക്യം ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമാവും. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. കരുണ്യവാനും കൃപ നിറഞ്ഞവനായ കർത്താവേ, ഈ ക്രിസ്മസ് നാളിൽ യഥാർത്ഥമായി ക്രിസ്തു ഞങ്ങളിൽ ജാതനാകുന്നു എന്ന് പരിശോധിക്കുവാനായിട്ട് ഞങ്ങളെ ഈ സമയം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം വചനവുമായി അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. വചനം ഞങ്ങളെ ഭരിക്കുവാനായിട്ട് ഇടയാക്കി തീർക്കണം. വചനം ഞങ്ങൾക്ക് അനുഗ്രഹം പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും രോഗത്തിൽ നിന്ന്, ആപത്തനർത്ഥങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരവസരം ഞങ്ങളെ തേടിയെത്തിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേൾക്കുവാനും പറയുവാനും ഞങ്ങളെ ഒരുപോലെ അനുവദിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എളിമയുടെ സന്ദേശം യഥാർത്ഥമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശു തമ്പുരാൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കൃപയുണ്ടായി അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ചിന്താവിഷയം ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമാവും: യേശുവിൻ്റെ ജനനം. യേശുവിൻ്റെ ജനനം എന്ന ചിന്താവിഷയത്തെ നാം ആസ്പദമായി ചിന്തിക്കുമ്പോൾ യേശു ആരാകുന്നു എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് ഈ സമയത്ത് എത്തേണ്ടതായിട്ടുണ്ട്. ആരാകുന്നു യേശു? ഉത്തരം ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമാകും: മനുഷ്യൻ്റെ പാപത്തിന് മോചനം നൽകുന്നവനാവുന്നു യേശു ക്രിസ്തു. മനുഷ്യൻ്റെ പാപത്തിന് മോചനം നൽകുന്നവനാവുന്നു യേശു ക്രിസ്തു. രണ്ടാമത് ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യം: എന്താവുന്നു ക്രിസ്മസ്? നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. വലിയ ആർഭാടങ്ങളും ലൈറ്റും വിഭവസമൃദ്ധമായ കാര്യങ്ങളാൽ ക്രിസ്മസിനെ ഇങ്ങനെ കൊണ്ടാടുകയാണ്. എന്താവുന്നു യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമാവും: അതിജീവനത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും സന്ദേശമാകണം ക്രിസ്മസ്. അത് യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിലായെങ്കിൽ മാത്രമേ ക്രിസ്മസിനെ ഉൾക്കൊള്ളുവാനും കൊണ്ടാടുവാനും നമുക്ക് സാധ്യമാകത്തുള്ളൂ. കേവലം എവിടെയും ലൈറ്റ് തൂക്കിയതുകൊണ്ടോ കേക്കുകൾ ഉണ്ടാക്കിയതുകൊണ്ടോ ആർഭാടങ്ങൾ കാണിച്ചുകൊണ്ടോ ഒന്നും ക്രിസ്മസിനെ വരവേൽക്കുവാനായിട്ട് സാധ്യമാകത്തില്ല. പ്രിയമുള്ളവരെ, എളിമയുടെ സന്ദേശമാവുന്നു ക്രിസ്മസ്. ക്രിസ്മസ് എളിമയിലാവുന്നു പിറന്നതെന്ന് കാണുവാനായിട്ട് നമുക്ക് സാധ്യമാവും. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 3:16 വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധ്യമാവും: ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ച ഒരു ക്രിസ്തുവിനെ, അല്ലെങ്കിൽ ദൈവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യമാവുമ്പോഴാണ് ക്രിസ്മസ് യഥാർത്ഥമായി നമ്മളിൽ ആഗതമാവുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ നടുവിൽ നാം നിൽക്കുന്ന ഈ വേളയിൽ ഇന്ന് ക്രിസ്മസ് എന്താവുന്നുവെന്ന് മനുഷ്യർ മറന്നുകൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധ്യമാവും. എന്താവുന്നു ക്രിസ്മസ്? ക്രിസ്മസ് എന്താവുന്നെന്ന് നാം ചിന്തിച്ചപ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യം: അശരണരെയും പാവപ്പെട്ടവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന എളിമയുടെ സന്ദേശമായി മാറണം ക്രിസ്മസ്. അവിടെയാവുന്നു നമ്മളിൽ ക്രിസ്മസ് ഉടലെടുക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ ഒരു കുട്ടി ഇപ്രകാരം തൻ്റെ മാതാപിതാക്കളോട് പറയുന്ന ഒരു കാഴ്ച വായിച്ചറിയുവാനായിട്ട് സാധ്യമായി:
അവൻ തൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുകയാവുന്നു, ഓരോ പിറന്നാൾ വരുമ്പോഴും നാം ഓരോ ജന്മദിനം കൊണ്ടാടുമ്പോഴൊക്കെ നമ്മൾ വളരെ വിപുലമായിട്ട് ആഘോഷിക്കുകയും ആർഭാടങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഇന്ന് യേശുവിൻ്റെ പിറന്നാളല്ലേ? ഈ യേശുവിന് നാം ഇന്ന് എന്താവുന്നു നൽകുവാനായിട്ട് പോകുന്നതെന്നും ചോദിക്കാൻ. എന്ത് ഗിഫ്റ്റാണോ യേശുവിന് ഇന്ന് കൊടുക്കുവാനായിട്ട് നാം പോകുന്നതെന്ന് അവൻ തൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുക. ഒത്തിരി അർത്ഥവത്തായിട്ടുള്ളൊരു ചോദ്യമാകുന്നു. ഇന്ന് നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിന് എന്താവുന്നു കൊടുക്കുവാനായിട്ട് സാധ്യമാകുന്നത്? മാനവരെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുക. ജാതിമത ഭേദമന്യേ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ ഈ ക്രിസ്തുവിന് എന്ത് കൊടുക്കുവാനായിട്ട്, എളിമയുടെ സന്ദേശം എപ്രകാരം നമുക്ക് മാനവരിൽ എത്തിക്കുവാനായിട്ട് സാധ്യമാവുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇമ്മാനുവേലായ ദൈവം, ഇമ്മാനുവേലായ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമെന്ന ദൂതൻ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ അവിടെ പറയുകയാവുന്നു, ദൂതൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായാണ് ഇമ്മാനുവേൽ എന്ന നാമകരണം ലഭ്യമായി തീർന്നെന്ന് കാണുവാൻ സാധിക്കും. ഇമ്മാനുവേൽ നമ്മോട് കൂടെ വസിക്കുന്ന ദൈവം, അത് നമ്മോടുകൂടെ വസിക്കുന്നവനാവുന്നു. അവനെ നമുക്ക് രുചിച്ചറിയുവാനായിട്ട് സാധ്യമാവുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥമായി ക്രിസ്മസ് ആഘോഷത്തിലേക്ക് എത്തുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 8 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ദൈവം കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അവിടെ നമുക്ക് നൽകി തരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇമ്മാനുവേൽ ദൈവികമായ കരുതലിൻ്റെയും കൂടെ പാർക്കലിൻ്റെയും അടയാളമാവുന്നു. പ്രിയമുള്ളവരെ, ഇമ്മാനുവേൽ എന്നത് കൂടെ പാർക്കുന്നതിൻ്റെ ഒരു അടയാളമാവുന്നു. നമ്മോടുകൂടെ ജീവിതാവസാനം വരെയും യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ ക്രിസ്തുവിനെയാവുന്നു യഥാർത്ഥമായി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകേണ്ടത്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാവുന്നു, അശരണരെ സ്നേഹിക്കുകയും കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവൻ അവനിലാവുന്നു ക്രിസ്മസ് അല്ലെങ്കിൽ എളിമയുടെ സന്ദേശം ഉടലെടുക്കുന്നത്. ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമാവും നമുക്ക്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എവിടെയാവുന്നു ഈ കാലഘട്ടത്തിൽ സന്മനസ്സ് നഷ്ടമായിരിക്കുന്നത്? എവിടെയാവുന്നു മനുഷ്യന് സമാധാനം നഷ്ടമായിരിക്കുന്നത്? ക്രിസ്മസ് ഒരു ദിവസത്തേക്കുള്ളതല്ല പ്രിയമുള്ളവരെ. ജീവിതകാലം മുഴുവനും സ്നേഹിക്കുകയും കരുതുകയും പങ്കിടുകയും ചെയ്യാനുള്ള സന്ദേശമാവുന്നു എളിമയുടെ ക്രിസ്മസ് എന്ന സന്ദേശം. 2024 വർഷങ്ങൾക്ക് മുൻപേ ഇതൊരു ആഘോഷമായിരുന്നില്ല. നേരെ മറിച്ച് ഇതൊരു അനുഭവമായി, ഒരു കഥയായി തീർന്നിരിക്കുന്ന സംഭവമാവുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകും. ആവശ്യത്തിലും വേദനയിലും ഇരിക്കുന്നവരുടെ ആവശ്യങ്ങളെ അറിയുമ്പോഴാണ് യഥാർത്ഥമായി ക്രിസ്മസ് നമ്മളിൽ ഉടലെടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ എളിമയുടെ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്മസിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുന്ന ജീവിക്കുവാനായിട്ട് ഓരോ നാളും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.